ഇനി നമ്മൾ ശബരിമലയിലേക്ക് പോവുകയാണെങ്കിലും സമാനമായ സാഹചര്യമാണ് കേട്ടോ. അവിടെ വലിയ തിരക്കാണ്. ഇന്ന് 1-ാം തീയതി നട തുറക്കുമ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ, ഭക്തജനങ്ങൾ അവിടേക്കും ഒഴുകിയെത്തും. പ്രത്യേക പൂജകളും അവിടെ നടക്കും. ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ശശിനാരായണൻ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. കണിയൊക്കെ കണ്ടോ? ഹാപ്പി ആര്യ, വലിയ സന്തോഷം, പറഞ്ഞോളൂ. എങ്ങനെയാണ് ശബരിമലയിൽ? സ്വാഭാവികമായി നമുക്കറിയാം വലിയ തിരക്കായിരിക്കുമല്ലോ ഇന്ന് അനുഭവപ്പെടുക, പ്രത്യേക പൂജകളൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? ആര്യ, ശബരിമലയിൽ വലിയ ഭക്തി നിർഭരമായ ഒരു വിഷുക്കണി ദർശനമാണ് ഭക്തർക്ക് ലഭിച്ചത്. പുലർച്ചെ 3:30 ഈ പള്ളിയുള്ളത്തോടു കൂടിയാണ് വിഷുക്കണി ദർശനത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചത്. അതിനുശേഷം 4 മണിയോടുകൂടി ശ്രീകോവില മേൽശാന്തിയും അതുപോലെ തന്നെ തന്ത്രിയും ചേർന്ന് തുടർന്ന് ഇന്നലെ രാത്രി തന്നെ പ്രത്യേകം തയ്യാറാക്കിയ ഓട്ടുരുളിയിൽ വിഷുക്കണിക്കുള്ള ഒരുക്കങ്ങളെല്ലാം ക്രമീകരിച്ചിരുന്നു. ആദ്യം ഈ കണി ദർശനം ഭഗവാനെ കാണിച്ചതിന് ശേഷമാണ് ഭക്തർക്കായി നട തുറന്ന് വിഷുക്കണി ദർശനത്തിനുള്ള അവസരമുണ്ടായത്. പിന്നീട് മേൽശാന്തിയും തന്ത്രിയും ഭക്തർക്ക് വിഷു കൈനീട്ടം നൽകി. എന്തായാലും വലിയ ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ മുതൽ നട തുറന്ന ഇന്നലെ മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. പ്രത്യേക ക്രമീകരണങ്ങൾ വിഷുക്കണി ദർശനവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകർക്കുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ദേവസ്വം ബോർഡ് മെമ്പർമാരും സന്നിധാനത്ത് ഉണ്ട്. ഏതായാലും പുലർച്ചെ രാവിലെ തുടങ്ങിയ 4 മണി മുതൽ തുടങ്ങിയ വിഷുക്കണി ദർശനവും വിഷു കൈനീട്ടവും ഈ അല്പസമയം കൂടി 7-7:30 വരെ നിൽക്കും. അതിനുശേഷമായി തുടർന്ന് മറ്റു സാധാരണ പൂജകളിലേക്ക് കടക്കുക. എന്തായാലും രാവിലെ ഈ വിഷുക്കണി ദർശനം അയ്യപ്പനെ കണ്ട് തൊഴുത് വിഷുക്കൈനീട്ടവും വാങ്ങി മടങ്ങുക എന്ന് പറയുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് വലിയൊരു പുണ്യ കാര്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും അത് ഒരു ഭാഗ്യമായി കാണുന്നതാണ്. അത് ഈ ഒരു വർഷത്തെ അവരുടെ ഒരു നേട്ടങ്ങളുടെയും ഒരു ഐശ്വര്യത്തിന്റെയും ഭാഗമായിട്ടാണ് ഈ വിഷുക്കൈനീട്ടവും ഈ ശബരിമലയുടെ വിഷു ദർശനവും ഒക്കെ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി മുതൽ ക്യൂവിൽ ആളുകൾ ഉണ്ടായിരുന്നു. സാധാരണ തീർത്ഥാടന കാലത്തുള്ള പോലെ തന്നെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. മകരവിളക്ക് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തുള്ള ഒരുക്കങ്ങളാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത്. പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലുമുള്ള ക്രമീകരണങ്ങൾ സമാനമായ രീതിയിൽ പോലീസിന്റെയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് അത്തരമുള്ള ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ, കുടിവെള്ളം അടക്കമുള്ള വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ദേവസ്വം ബോർഡ് നേതൃത്വത്തിൽ ക്രമീകരിച്ചിരുന്നു. അത്തരത്തിൽ തിരക്ക്, നല്ല രീതിയിൽ ഒരു തിരക്ക് സന്നിധാനത്ത് രാവിലെ മുതൽ ഈ വിഷു ദർശനത്തിനായുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. 18-ാം തീയതിയാണ് നട ഇറക്കുന്നത്. കാരണം വരുന്ന 18-ാം തീയതി ഈ വിഷുക്കണി ദർശനത്തിൽ നട തുറന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ പൂജകൾ പൂർത്തിയാക്കി ഈ വരുന്ന 18-ാം തീയതി ശബരിമല നട അടയ്ക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോഴും സന്നിധാനത്ത് വിഷുക്കണി ദർശനത്തിനും അയ്യപ്പനെ കാണുന്നതിനും വേണ്ടിയുള്ള വലിയ ഭക്തരുടെ ഒരു നീണ്ട നിര തന്നെ സന്നിധാനത്തും ഫ്ലൈ ഓവറിലൊക്കെ വലിയൊരു തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഈ കൈനീട്ടവും വാങ്ങിയാണ് ദർശനവും നടത്തി വിഷു കൈനീട്ടവും വാങ്ങിയാണ് ഭക്തർ മലയിറങ്ങുന്നത്. ആര്യ, വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. കണി കാണുന്നതിനും അയ്യപ്പ ദർശനത്തിനുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് ശബരിമല സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. യെസ്, അപ്പോൾ അതാണ് ശബരിമലയിലെ വിഷു കാഴ്ചകൾ. വിഷു